ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ബീഫ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സവാളയും മസാലകളൊന്നും ചേർക്കാണ്ട് നമുക്കൊരു അടിപൊളി ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാനേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂടാക്കിയ പൊടി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടികളൊക്കെ ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 6-7 കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കാം. ഇടികല്ലിൽ വെച്ച് ചതച്ചെടുക്കുക, മിക്സിയിലിട്ടടിക്കരുത്. അതുപോലെ ഒരു 10-12 വെളുത്തുള്ളിയും അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഒരു മൺചട്ടി എടുക്കുക, അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫും കുറച്ച് എല്ലും കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്ത് ഒരു പിടി കറിവേപ്പിലയും ഒരു 5 പച്ചമുളക് കീറാണ്ട് മുഴുവനും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന അരപ്പൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പൂടി ഇതിലോട്ട് ചേർത്ത് കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ പച്ചമുളകും മസാലയും ഉപ്പും കറിവേപ്പില എല്ലാം ആ ബീഫിലോട്ട് നല്ലവണ്ണം പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 കിലോ ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ തക്കാളി എടുക്കുന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തക്കാളിയും വെളിച്ചെണ്ണയും ബീഫും നേരത്തെ ചേർത്ത മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിത് കുക്കറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 80% കുക്കറിലും ബാക്കി 20% മൺചട്ടിയിലായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. മൺചട്ടിയിൽ വേവിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മൺചട്ടിയിൽ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ബീഫ് ഇത്തിരി വേവുള്ള ബീഫ് ആയതുകൊണ്ട് ഞാനിത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലോട്ടിട്ട് കുക്കർ അടച്ച് വിസിലോട്ട് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുവാണേ. ഇപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലും ഹൈ ഫ്ലെയിമിൽ ഒരു 5 വിസിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ബീഫിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങി ബീഫ് ഒരു 80% വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മൺചട്ടിയിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാനിത് മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് 20% മൺചട്ടിയിൽ കിടന്ന് തിളച്ചൊന്ന് വേകട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ആ ടൈമിൽ നമുക്കൊന്ന് പാൻ ചൂടാക്കി ഇതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് അല്പം ഉലുവയും ചെറിയ ഉള്ളിയും ഒരു പിടി കറിവേപ്പിലയും ചേർത്തൊന്ന് താളിക്കാം. ഈ താളിച്ചെടുത്തേക്കുന്നത് നമ്മളെ ബീഫിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത ശേഷം ഈ താളിച്ചതൊഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു കൊടുക്കാം. കഴിക്കാൻ ടൈമാകുമ്പോൾ നമുക്കിത് മൂടി തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.